Hi friends, welcome to Xello English. So, ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരിക്കും പഠിക്കാൻ പോകുന്നതെന്നുള്ളത് വേർഡ് ടൈപ്പിനോട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ നമുക്ക് വേർഡ് ക്ലാസ് എന്നൊക്കെ പറയാം കേട്ടോ, ഓർ വേർഡ് ടൈപ്പ് എന്നൊക്കെ. പാർട്സ് ഓഫ് സ്പീച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു സെൻറ്റൻസിനകത്ത് 10 വേർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിനും ഓരോ യൂസേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതിനനുസരിച്ച് ആ വേർഡ്സ് ഈ പറയുന്ന 8 കാറ്റഗറിയിൽ ഏതിലെങ്കിലുമൊക്കെ ആയിരിക്കും പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വേർഡും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പം നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഓരോ വാക്ക് പഠിക്കുമ്പോഴും അത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതിൽ പെടുന്നതാണെന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഇതെന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ വെരി ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമർ ലെസനാണ്. സോ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി മുന്നോട്ട് നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്തടുത്ത ടോപ്പിക്സ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ശരി, അപ്പം നമ്മൾക്ക് ആദ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് നൗണാണ്. നൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും വിളിക്കുന്ന ഒരു പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അതൊരു സ്ഥലമാകാം, ഒരാളാവാം, ഒരു സാധനമായിരിക്കാം, ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ്, എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് കാണും. അതിനെയാണ് നമ്മൾ നൗൺ, പേരുകളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആരെ പറ്റിയെങ്കിലും പറയാൻ ശ്രമിക്കുകയാണ്. ഹിസ് നെയിം ഇസ് നിജാദ്. നിജാദ് ഇസ് എ camera person. നിജാദ് ഇസ് സോ ആൻഡ് സോ. നിജാദ് ഇസ് കൈൻഡ്. നിജാദ് ഇസ് ഇൻ്റലിജൻറ്റ്. ഇങ്ങനെ നമ്മൾ ഒരാളെ പറ്റി പറയുമ്പം അയാളുടെ പേര് റിപ്പീറ്റ് ചെയ്ത് അതിനകത്തെ നൗൺ നമ്മൾക്ക് ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഒരു പ്രൊനൗൺ യൂസ് ചെയ്യും. സോ നിജാദ് എന്നുള്ളത് ഒരു മെയിൽ ആയതുകൊണ്ട് നമ്മൾക്ക് ഹീ എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് നൗണിനെ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഹിസ് നെയിം ഇസ് നിജാദ്. ഹീ ഈസ് എ ക്യാമറ പേഴ്സൺ. ഹീ ഈസ് കൈൻഡ്. ഹീ ഈസ് ഇൻ്റലിജൻറ്റ്, എക്സെട്ര. ഓക്കെ, സോ നമ്മൾ നൗണിന് പകരം നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നൗണിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തുകൊണ്ടെന്ന് വിളിക്കുന്നത്? പ്രൊനൗൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ആഡ്ജക്റ്റീവ് ആണ്. ഇപ്പം നമ്മൾ മേളിൽ പറഞ്ഞ നൗണിനെയോ പ്രൊനൗണിനെയോ ഒക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന, അതായത് അവരെപ്പറ്റി എന്തെങ്കിലും നമ്മൾക്ക് ആഡ് ചെയ്ത് പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാറിനെ പറ്റി പറയണം. അപ്പം ഇറ്റ്സ് എ ന്യൂ കാർ എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ആ കാറിനെ അവിടെ വിശേഷിപ്പിക്കുകയാണ്. എന്തായിട്ട്? പുതിയ കാർ എന്നുള്ള രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുകയാണ് അല്ലേ. ആ കേസിലാണ് നമ്മൾക്ക് ഇതുപോലത്തെ വാക്കുകൾ ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം ബ്യൂട്ടിഫുൾ, എ ബ്യൂട്ടിഫുൾ ഗേൾ. എ ഗേൾ എന്ന് പറയുന്നതിന് പകരം എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഗേളിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾക്ക് ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന വേർഡ്സൊക്കെ എന്താണ്? ആഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഇനി വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതെന്താവും? വേർബാവും. ഇപ്പം റൺ എന്ന് വെച്ചാൽ ഓടുക. ഓടുന്നത് എന്താ? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഓടുക എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വേർബാണ്. ജംപ്, ചാടുന്ന ഒരു പ്രവൃത്തിയല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ് അല്ലേ. അങ്ങനത്തെ ആക്ഷനെയൊക്കെ നമ്മൾ അങ്ങനെ ആക്ഷൻ വേർഡ്സൊക്കെ എന്താണ്? വേർബാണ്. ഓക്കെ, പിന്നെ ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലൗഡ്ലി, ക്വിക്ക്ലി. ഹി റാൻ ക്വിക്ക്ലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അയാൾ ഓടിയതിനെ വിശേഷിപ്പിക്കുകയാണ്. എത്ര സ്പീഡിൽ ഓടി, സ്പീഡിലാണ് ഓടിയതെന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ വാക്ക് യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ വിശേഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് പ്രപ്പോസിഷനാണ്. നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ഇൻ, ഓൺ, അറ്റ് എന്നൊക്കെ ഉള്ള വേർഡ്സ് നമ്മൾ ഭയങ്കര കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ദ പെൻ ഇസ് ഓൺ ദ ടേബിൾ. പേന ടേബിളിൻ്റെ പുറത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾക്കിപ്പം ഈ ഓൺ ഇല്ലെങ്കിലോ ദ പെൻ ഇസ് ദ ടേബിൾ എന്നായി പോകും അല്ലേ, മീനിങ് ഫുൾ മാറി. അങ്ങനെ നമ്മൾ ഒരു സാധനത്തിന് എവിടെയായിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ എപ്പോഴാണെന്നോ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട്. അങ്ങനത്തെ വേർഡ്സിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പം ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സാധനം എവിടെയായിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ പ്രപ്പോസിഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനിയുള്ളത് കൺജങ്ഷൻ ആണ്. നമ്മൾക്ക് എന്തെങ്കിലും സാധനങ്ങളെ തമ്മിൽ
ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ റാം ആൻഡ് രാഹുൽ ആർ ഫ്രണ്ട്സ് എന്ന് പറയണം. ഓക്കെ, അവിടെ നമ്മൾ ആൻഡ് എന്നുള്ള വേർഡ് ചേർത്ത് അല്ലേ, എന്തിനാ, രാമിനെയും രാഹുലിനെയും കൂടെ ആ രണ്ട് നൗണിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു, ആൻഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ഓക്കെ, മറ്റൊരു വേർഡാണ് ബിക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീ ഡ്രിങ്ക്സ് ടീ ബിക്കോസ് ഹീ ഈസ് ബ്രിട്ടീഷ്. ഓക്കെ, അവിടെ നമ്മൾ ആ ബിക്കോസ് ഇല്ലാതെ ഹീ ഡ്രിങ്ക്സ് ടീ ഹീ ഈസ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, ആയതുകൊണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ ബിക്കോസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ രണ്ട് സെൻറ്റൻസസിനെയോ രണ്ട് വേർഡ്സിനെയോ രണ്ട് ഫ്രേസസിനെയോ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, കൺജങ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇൻ്റർജെക്ഷൻ ആണ്. ഇൻ്റർജെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നൗൺ യൂസ് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻ ടു ദ ഹോൾ. ഹോൾ എന്നുള്ളത് ഒരു വേർഡാണെന്ന് വിചാരിക്കുക, അതിലേക്ക് ഇൻ ടു ദ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രേസ് ഇട്ടു, അതവിടെ ഹോൾ എന്നുള്ള വാക്കിന് മീനിങ് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു വാക്കിന് മീനിങ് കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം ഇവിടെ ത്രൂ ദ ടണൽ, ടണൽ എന്ന് പറഞ്ഞു, ടണലിലൂടെ എന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്കിവിടെ ത്രൂ ദ എന്നുള്ള രണ്ട് വാക്കുകൾ വേണം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമ്മൾ ഇൻ്റർജെക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ ഓരോന്നും വേറെ വേറെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് വേർഡ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടുക. അങ്ങനെ വേർഡ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയാലാണ് നമുക്കിത് സെൻറ്റൻസിലേക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെ ഫ്രേസസിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി ഫ്രേസ് എന്താണെന്നൊക്കെയുള്ളത് വേറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. എനിവേ, നമ്മൾക്ക് ഈ പാർട്സ് ഓഫ് സ്പീച്ച് ആദ്യം പഠിക്കാം. സോ അത് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇത്ര സിമ്പിളായിട്ട് പഠിക്കണമെങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ പറ്റി അത്ര സീരിയസ് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സസിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ, ദിസ് ഇസ് അക്സ എബ്രഹാം സൈനിങ് ഓഫ് ഫ്രം Xello English. Thank you.